അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്താണ്? ഹോം ടൂർ. അപ്പൊ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ വീട്. അപ്പൊ ഗൈസ്, വീട് കാണുന്നതിന് മുമ്പ് നമുക്ക് വീടിന്റെ ചുറ്റും ഒന്ന് കാണട്ടോ. ഇവിടെ ഇങ്ങനെ നോക്കുമ്പോ എന്തൊക്കെയാണ് നെയ്നോ കാണുന്നത്? ഇത് അടക്കപ്പഴം, കൊറേ മരങ്ങളാണ് കേട്ടോ. പേരക്ക ഉണ്ട്. ഇത് മൂച്ചിയല്ലേ? ആ, മൂച്ചി. അത് പറഞ്ഞിട്ടില്ല. അവിടെ തെങ്ങുണ്ട്, കുഞ്ഞു തെങ്ങുണ്ട്. ഓക്കെ, പിന്നെ ഇത് അടക്കാപ്പഴം ഉണ്ട്. പിന്നെ ഇത് നമ്മളെ ഞാവൽ. അടക്കാപ്പഴം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒന്നും അറിയില്ല. പേരക്ക. പിന്നെ ഇത് നമ്മളെ ഞാവൽ മരല്ലേ? ഞാവല്. ഞാവൽ. പിന്നെ ഇവിടെ സപ്പോർട്ട് ഉണ്ട് കേട്ടോ. സപ്പോർട്ടിന് വേറെ ഇത് സപ്പോർട്ടാണ്. ഇത് കാണിച്ചത് വലിയ സപ്പോർട്ട മരം. ഇവിടെ അതിനൊക്കെ സപ്പോർട്ട് ഉണ്ട് കേട്ടോ. പിന്നെ എങ്ങനെ വന്നാ അങ്ങോട്ട് പോകണ്ട. അവിടെ ഡ്രസ്സ് കൊറേ ഇതാക്കിയിട്ടുണ്ട്. പിന്നെ കൊറേ കത്തിക്കാണ്. നമ്മളിപ്പോ 1-2 ദിവസമായിട്ട് നല്ല തട്ടിക്കൂട്ട് പരിപാടിയില്ലേ, വൃത്തിയാക്കൽ പരിപാടിയിലൊക്കെ. അപ്പൊ ഗൈസ്, നമുക്ക് എന്നാ വീടിന്റെ ഉള്ളിൽ ഉണ്ടല്ലോ, പോര്. കേറി വന്നാൽ തന്നെ നല്ല വിശാലായിട്ടുള്ള സിറ്റ് ഔട്ട് ഉണ്ട് കേട്ടോ. പിന്നെ ഉള്ളിലേക്ക് കയറി വന്നാല് നല്ലൊരു ലിവിങ് സ്പേസ് ആണ് ഈ കിടക്കുന്നത്. ഇതാണ് നമ്മളെ ലിവിങ് സ്പേസ് അല്ലേ നൈനോ? അതെ. ഇവിടെ നമ്മളെ ചെറിയൊരു ഇത് തട്ടിക്കൂട്ട് സെറ്റപ്പ് ആട്ടോ. നമ്മള് വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ട്, എന്നാലേ നമുക്ക് കുറച്ചൊക്കെ ഒരു ലൈറ്റ് കിട്ടുള്ളൂ. അപ്പൊ ഇതാണ് നമ്മളെ ഹാള്. പിന്നെ ഇത് ഡൈനിങ് ഹാൾ. ഇതാണ് ഞങ്ങളെ ഡൈനിങ് അല്ലേ നൈനോ? അതെ. പിന്നെ ഞങ്ങള് കുറെ ഫോട്ടോ ഉള്ളതൊക്കെ ഞങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടോ. ഇത് എത്ര നേരം ടൈം മെനക്കെട്ടിട്ടല്ലേ ഈ ഒരു റേഞ്ചിൽ നമ്മൾ സെറ്റ് ചെയ്തത്. പിന്നെ ഇങ്ങനെ വന്നാല് ഇവിടെ ടി വി ഉണ്ട്. എന്താ പറയുന്നത്, മേലേക്ക് പിന്നെ കയറി പോവല്ലേ? നമ്മളെ ബെഡ്റൂം ആട്ടോ. ഇത് നമ്മളെ ബെഡ്റൂം. അവിടെ ബാത്റൂം ഉണ്ട്. അവിടെ ഒരു ബാത്റൂം ഉണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂം. പിന്നെ ഇത് നമ്മള് ആലപ്പുഴത്തെ അവിടുത്തെ വീട്ടിൽ എനിക്ക് ഡ്രസ്സ് വെക്കാൻ ഷെൽഫ് ഒന്നിനായിട്ട് ഞാൻ കരയുന്നു. ഇപ്പൊ എനിക്ക് സമാധാനത്തിന് ഷെൽഫ് കിട്ടി. എന്റെ ഡ്രസ്സിലെ ഭദ്രമാണ്. പിന്നെ എനിക്ക് അവിടെയൊക്കെ ഞാൻ മേക്കപ്പ് സാധനങ്ങളും അങ്ങനത്തെ നമ്മളെ മുടി ഹെയർ ആക്സസറീസ് ഒക്കെ ഓരോരോ കവറിലാക്കി തരുന്നു. ഇവിടെ എനിക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ആക്സസറീസ് ഇതൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഇതിലൊക്കെ കൂട്ടിയിട്ടാണ് മുഴുവൻ. എല്ലാത്തിലും ഓരോന്നുണ്ട്. ബാഗ് വേറെ. ഇവിടെ നെയ്നുവിനെ ഞാൻ ഫസ്റ്റ് ആയിട്ട് ഗിഫ്റ്റ് കൊടുത്താണ്. ഫസ്റ്റ് കാണാൻ വന്നപ്പോ കരടിക്കുട്ടി. പിന്നെ ഡ്രസ്സിന്റെ ഇതും ജസ്റ്റ് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇക്കാന്റെ ഒരു ഇതിൽ ഒറ്റ ഒതുങ്ങിട്ടാ. അതങ്ങനെ തന്നെയാണ്. ഫുൾ എനിക്ക് വേണ്ടി വരും. കാണിച്ചു കൊടുക്കാൻ കുറെ ഉണ്ട്. പിന്നെ എനിക്ക് ഒഴിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു റൂം ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ അങ്ങനെ സംഭവം ഉണ്ട്. അത് തുറക്ക്. അതെന്താ ഇതിന്റെ ഉള്ളിലൊന്നും ഇല്ലല്ലോ. അതിന്റെ ഉള്ളിൽ ഒരു ഇൻവേർട്ടർ മാത്രം. അത് മാറിക്ക് അപ്പോഴല്ലേ കാണുള്ളൂ. തുറക്ക്. ഇല്ല, അത് ക്ലീൻ ചെയ്തിട്ടില്ല. ഞങ്ങള് മൊത്തത്തിൽ വീട് ഒരു വൃത്തിയാക്കി എടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇല്ല എന്റെ എത്രയും ദിവസമായിട്ട്. പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാല് ഇതിലെങ്ങനെ മേലേക്ക് ഇങ്ങനെ കയറി പോവാം നമുക്ക്. ഇങ്ങനെ മേലെ കയറി വന്നു കഴിഞ്ഞാല് ഇവിടെ ഇങ്ങനെ ഒരു ഹാളുണ്ട്. പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് കേട്ടോ. അവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. പിന്നെ ഇതിൽ നമുക്ക് ചെറിയൊരു ഓപ്പൺ ടെറസ് ഉണ്ട്. 2 ഓപ്പൺ ടെറസ് ലോക്ക് ചെയ്തിട്ട് കാറ്റൊക്കെ കൊണ്ട് വൈകുന്നേരം വന്ന് ഇങ്ങനെ ഇരിക്കാൻ പറ്റും കേട്ടോ. ഒരു അടിപൊളി സെറ്റപ്പ്. ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ടൊക്കെ സ്പേസ് ഉണ്ട്. ഇവിടെ ഒന്നും കൂടി ഒന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ടല്ലേ നീനോ? പിന്നെ വേറൊരു ടെറസ് കൂടി ഉണ്ട്. ഇപ്പുറത്തെ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്.
ഇതാണ് ശരിക്കും നമുക്ക് ശരിക്കും ഒന്ന് വൃത്തിയാക്കി എടുക്കേണ്ടത്. നമുക്ക് നല്ലൊരു വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റിയ സ്പേസ് ആണ് ഇത്. ഈ ഒരു ബാൽക്കണിയാണ് എനിക്ക് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ റോഡും വണ്ടികളൊക്കെ പോണതൊക്കെ ഇങ്ങനെ കാണട്ടെ നമുക്ക്. നീനുണ്ടോ അവിടെ ഇളിച്ച് കാട്ടി നിൽക്കണ്. ഓക്കെ, എന്നാ ബാക്കി പരിപാടികൾ കാണാം. പോട്ടെ. മേലക്കും നമ്മൾ പോകണില്ല കേട്ടോ. വല്ല വിരുന്നേര് വരുമ്പോ യൂസ് ചെയ്യുന്നല്ല നമുക്കില്ല. ജസ്റ്റ് ഒന്ന് അടിച്ചു തരാൻ മാത്രം നീന് പോകില്ലേ. ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു വാംലേറ്റ് കൊടുത്തിട്ടുണ്ട്. എന്തിനാന്ന് അറിയങ്ങള്, ഇവിടെ നമ്മളൊരു വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കണം കേട്ടോ. പിന്നെ ഇവിടെ റൂമാട്ടോ. എല്ലാ റൂമിലും 4 ബെഡ്റൂമാ. 4 ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡാണ്. നല്ല സെറ്റപ്പ് ഉള്ള ഒരു വീട് തന്നെയാണ്. ഇത് കുറച്ചും കൂടി ഒന്നും കൂടി ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പൊ നമ്മളെ കുറച്ച് ബാക്കി നമുക്ക് ഇനി നെയ്നുവിന്റെ കിച്ചൺ കാണിച്ചു കൊടുക്കാം. കിച്ചണാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീട്ടില്. 1, 2 കിച്ചൺ എന്നല്ല, ഇതാണ് ഫസ്റ്റ് കിച്ചൺ. 3 കിച്ചൺ ഉണ്ട് കേട്ടോ. ഇതാണ് ഫസ്റ്റ് കിച്ചൺ. ഷെൽഫും കാര്യങ്ങളൊക്കെ ഉള്ളത്. നെയ്നുവിന്റെ ഒരു ഫ്രിഡ്ജും കിട്ടിട്ടോ. അവിടെ ഫ്രിഡ്ജ് കിട്ടി. മോണിറ്റൈസേഷൻ കിട്ടിയാലേ വാങ്ങിക്കുള്ളൂ. പക്ഷെ അതിന് മുന്നേ ഫ്രിഡ്ജ് കിട്ടി. അടുക്കള കണ്ടേ, ഇതാണ് അടുക്കള. അവിടെ പൊടി ഐറ്റംസ്, പിന്നെ സ്റ്റീൽ പാത്രങ്ങള്, അവിടെ അച്ചാറ്, സ്റ്റീൽ പാത്രങ്ങള്, അച്ചാറ്. ഗൈസ്, ഇത് ചാമ്പക്ക അച്ചാറാട്ടോ. ഇത് നമ്മള് പെരുന്നാക്ക് റസാഖിന്റെ അവിടെ പോയപ്പോ കിട്ടിയ ചാമ്പക്ക കൊണ്ട് ഇട്ട അച്ചാറാണ്. ഷാനി ഉണ്ടാക്കി തന്നതായിട്ട്. ഷാനി മീൻസിന്റെ അനിയത്തിയാണ്. അവളത് കണ്ടപ്പോ തന്നെ കൊണ്ടുപോയി ഉണ്ടാക്കി തന്നു. ഓ, അച്ചാറായി. നമുക്ക് അടുത്ത അടുക്കള കാണിച്ചെടുക്കാം. ഇതാണ് സെക്കൻഡ് അടുക്കള. ഇവിടെയാണ് കുക്കിങ്ങും കാര്യങ്ങളും. അവിടെ വാഷ് ബേസിൻ ഇല്ല. പാത്രം കഴുകാൻ അല്ല, വാഷ് ബേസിൻ സിങ്ക് ഇല്ല. അപ്പൊ ഇവിടെയാണ് സിങ്ക് ഉള്ളത്. ഗ്യാസ് ഇതൊക്കെ ഇവിടെയാണ്. കറണ്ട് അടുപ്പൊക്കെ വെച്ചിരിക്കുന്നത്. ഇതാണ് നെയ്നുവിന്റെ ഈ ഒരു സെറ്റപ്പ് അടുക്കള. ഇത് രണ്ടാമത്തെ അടുക്കള അല്ലേ നെയ്നോ? അതെ, രണ്ടാമത്തെ അടുക്കള. ഇനി നമുക്ക് നേരെ മൂന്നാമത്തെ. അതൊരു വർക്കിംഗ് ഏരിയ അല്ലേ? ശരിക്കും ഇതല്ലേ വർക്കിംഗ് ഏരിയ? ഇത് മൂന്നാമത്തേത് കേട്ടോ. ഇവിടെ കുറച്ച് അലമ്പാണ്. കാരണം നമ്മൾ ക്ലീൻ ആക്കി വരുന്നുണ്ട്. ഈ ഭാഗത്തുനിന്ന് കുറച്ച് സാധനങ്ങൾ റെഡിയാക്കാൻ എടുക്കണം. ഇവിടെ ഒരു സിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ ആദ്യത്തെ ഡൈനിങ് ടേബിള് അല്ലേ നീനോ? പിന്നെന്താ ഇവിടെ അമ്മിക്കല്ലൊക്കെ ഉണ്ട്. പക്ഷെ അമ്മിക്കല്ലൊന്നും വേണ്ട. അമ്മിക്കല്ലില്ല. അമ്മിക്കല്ലുണ്ട്. അമ്മിക്കല്ലുമൊക്കെ ഇപ്പത്തെ കാലത്ത് ആരാ അരക്ക അല്ലേ നീനോ? അമ്മിക്കല്ലും അരച്ചാൽ ടേസ്റ്റ് ആണ്. പക്ഷെ വൃത്തിയാക്കി എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് അരക്കാം. പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാല് റെഡിയാക്കാൻ കിട്ടും. നമ്മളൊന്ന് കരുതൽ അത് പൂട്ടിയിട്ടാണ്. പക്ഷെ ഇങ്ങനെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാല് ബാത്റൂം ഉണ്ട്. അവിടെ ഒരു ബാത്റൂം ഉണ്ട്. അത്ര തന്നെ ഉള്ളു. ഇതാണ് നമ്മളെ വീട് എന്ന് പറയുന്നത്. എന്താ പിന്നെന്താ, എനിക്ക് ഭയങ്കര ഹാപ്പി. അതല്ല, മൈൻഡ് ഭയങ്കര നമുക്കൊരു ഇഷ്ടം തോന്നും. നമ്മൾ ഹാപ്പി ആയിട്ടില്ല. കാരണം അവിടെ എന്ന് പറഞ്ഞാല് വീട് നല്ല സൗകര്യമുള്ള വീട്. സൗകര്യം നല്ല വലിയ വീടായിരുന്നു. പക്ഷെ നമുക്ക് എന്തൊക്കെയോ എവിടേക്കോ ഒരു പ്രശ്നങ്ങൾ പോലെ ഇരുന്നു. കുറച്ചൊന്നല്ല, കുറച്ചധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലേ. നമ്മളിപ്പോ അതൊക്കെ വലിയ ബുദ്ധിമുട്ടുന്നൊക്കെ വളർന്നു വന്ന കുട്ടികൾ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് അത് കുഴപ്പമില്ല വിചാരിച്ച് നമ്മളിതാക്കി. പക്ഷെ എന്നാലും ഇങ്ങോട്ട് മാറിയേക്കുമ്പോ എന്തോ ഒരു ഹാപ്പിനെസ്, കുറച്ചും കൂടി ഒരു വിശാലത കിട്ടിയ പോലെ. നെയ്നുവിന് സോഫ കിട്ടിയത് കൊണ്ട് ഇപ്പൊ എപ്പോഴും ഇതിൽ വന്നിരിക്കുന്ന പണിയാണ്. കടന്നുറങ്ങാനല്ലോ ഞാൻ ചെറിയൊരു കുട്ടി. നീ ചെറിയ കുട്ടിയായിട്ട് അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത്. വലിപ്പം കൂടി ചെറുതാണെങ്കിൽ എനിക്ക് സുഖമാണ്. ആ ഒരു സോഫക്ക് സെറ്റ് ആയിട്ടുള്ള ഒരു ടേബിളും അല്ലേ നെയ്നോ? ഇതേ ഒരു ഗ്ലാസ് ടേബിള്. പിന്നെ ഇവിടെ നെയ്നുവിന്റെ ലുഡോ കളിക്കുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇതിന്റെ ബാക്കി സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കട്ടയും ഇതൊക്കെ ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മളെ ഷെൽഫ് നമ്മൾ അലങ്കരിച്ച്. ഇനിയിപ്പോ ഇതിൽ വരാനുള്ളത് ഈ ബോട്ടിലിന്റെ ഒരു കാര്യമാണ്. ഈ ബോട്ടിൽ എവിടെ നിന്നാണെന്നുള്ള ഒരു ചോദ്യം വരാണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ സെറ്റപ്പ് ഇതുണ്ടോ, ഇങ്ങനെയാണ് നമ്മളിപ്പോ ഫേസിക്ക് ലൈറ്റ് അടിക്കുന്ന രീതിയിൽ ഇപ്പൊ വീഡിയോ ചെയ്യണത്. ഇതിന്റെ ഒരു അപ്ഡേഷൻ വൈകാതെ കൊണ്ടുവരണം ലൈനോ. ഈ വീഡിയോ എടുക്കുമ്പോ ലൈറ്റിംഗ് ഒന്നും കൂടി സെറ്റപ്പ് ആക്കി കൊണ്ടുവരണം നമുക്ക്. പിന്നെ എനിക്ക് വേറെ കാര്യം പറയാനുണ്ട്. അതെന്താണ്? ഈ ലുഡോനെ നമ്മൾ പറയണ്ടേ, ഞാൻ ഞങ്ങൾക്കൊരു പേഴ്സണൽ റിവ്യൂ പറഞ്ഞുതരാം. നമ്മൾ ഫോണിൽ കളിക്കുന്ന ലുഡോന്റെ രസം നമുക്ക് ഇതൊന്നും കളിക്കുമ്പോൾ കിട്ടുന്നില്ല. ഫോണിൽ നമുക്ക് പെട്ടെന്ന് വെട്ടാൻ 6 കിട്ടും കറക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ വെട്ടാൻ കറക്റ്റ് ആയിട്ട് കിട്ടും. കറക്റ്റ് വരേണ്ട 6 3 നമുക്ക് ഭയങ്കര ലാഗ് അടിച്ചിട്ട് നമുക്ക് ഭ്രാന്ത് വരും. ഞാനും കൂടി ഇപ്പുറത്ത് വന്ന് ഇരുന്നാലോ? ഇരുന്നോളൂ. വേർത്തു.
വിയർത്ത് കുളിച്ചിട്ട് ഞാൻ അങ്ങനെ എനിക്കത് ഒന്നാമത് ചൂടല്ല. നിങ്ങളെ നാട്ടിലൊക്കെ എന്താണ് നമ്മളെ പിന്നെ നമ്മളെ എന്താ പറയാ, ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ നമ്മൾ ഫോളോവേഴ്സ് നാട്ടി, ഇതില് പെട്ടെന്ന് എനിക്ക് സബ്സ്ക്രൈബ് പറയാൻ കിട്ടണില്ല. അങ്ങനെയല്ല, എന്താ നിങ്ങളൊക്കെ എവിടെ ഉള്ള ആൾക്കാർ അങ്ങനെ അറിയില്ല. നമ്മളിങ്ങനെ കൊറേ നമുക്ക് ഉണ്ട് പിന്നെ സ്ഥിരമായിട്ട് കമന്റ് ഇടുന്ന ആൾക്കാർ കുറെ ഉണ്ട് കേട്ടോ. അപ്പൊ ഓലൊക്കെ എവിടെ ഉള്ളത് നമുക്ക് അറിയില്ല. എവിടേക്കാണ് പറഞ്ഞു വരുന്നത് നിനക്ക് മനസ്സിലാവണ്ടേ? ഇപ്പൊ ഓക്കെ അപ്പൊ ഗൈസ്, ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ. ഗ്യാപ്പ് ഇട്ടിപ്പ് ഒരു ഗോൾ അടിക്കാൻ നോക്കിയാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോക്ക് ലൈക്ക് അടിച്ചോളി. പിന്നെന്താ, നിങ്ങൾ വിയർപ്പ് തുടക്കും. എനിക്കത് കാണുന്നതിന് വിയർക്കും. ഞാൻ വിയർക്കും, പക്ഷെ എന്റെ മൂക്ക് മാത്രമേ ഇതന്നെ മൂക്ക് മാത്രമേ. ബാക്കിയുള്ളടത്തൊക്കെ നമുക്ക് ചൂടെടുത്താലും ഇവരുടെ ഇങ്ങനെ കുളിച്ചിങ്ങനെ ഒഴുകണം. ചൂടുണ്ട്, ഫാനിൽ എത്രയും നേരം വെച്ചോണ്ടേ റെസ്റ്റ് എടുത്തു. പിന്നെന്തൊക്കെയാ, നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒക്കെ കുറവായിരുന്നല്ലേ. 2-3 ദിവസമായിട്ട് വീട് ഫുള്ള് ക്ലീനിങ്, അതായത് തട്ടിക്കൂട്ട. ഞങ്ങൾ വന്ന സമയത്ത് കുറച്ച് കോട്ടരമയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ക്ലീനിങ്ങും കാര്യങ്ങളും. പിന്നെ ഈ പറഞ്ഞ മാതിരി ഒരു നെയ്നുവിന്റെ ഒരു വൃത്തിക്കാക്കി എടുക്കേണ്ട വീട് ഒന്ന് തട്ടിക്കൊട്ടി ലെവലാക്കി വൃത്തിയാക്കി വിചാരിച്ചിട്ടുണ്ടായിരിക്കും ആലപ്പുഴത്തിന്റെ മുറ്റം കണ്ടിട്ട് ഞാൻ വൃത്തിയില്ലാത്ത കുട്ടിയാണ്. അങ്ങനെ സത്യമാണ് കേട്ടോ, വൃത്തിയില്ലാത്ത കുട്ടിയാണ്. ഞാൻ അങ്ങനെയൊക്കെ പറയല്ല. എനിക്ക് ചില കാര്യങ്ങൾ ഭയങ്കര എടുത്താലും തോന്നുന്ന ചില കാര്യങ്ങൾ അത് കുഴപ്പമില്ല അങ്ങനെയാണ്. പക്ഷെ അവിടുത്തെ മുറ്റം കണ്ടിട്ട് എനിക്ക് ഇങ്ങനെ പുറകെ അടിക്കും, നമുക്കത് അടിക്കണം. പക്ഷെ എത്ര അടിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ടായിരുന്നു ഇവിടെ എനിക്ക് ഇഷ്ടത്തിന് ഇങ്ങനെ മിനിക്ക് എടുക്കാൻ പറ്റിയ വീട് കിട്ടി. പിന്നെ ഇവിടെ വന്ന് കിട്ടിയ കണ്ടപ്പോ തന്നെ കോട്ടയമ്മ അതിന് ഫസ്റ്റത്തെ വന്ന് കുറച്ച് പിന്നെ വന്ന് ക്ലീൻ ആക്കി. അത് പിറ്റേ രാത്രി വന്ന് നോക്കുമ്പോ അതൊക്കെ വലുത് മരുന്നടിച്ചു പോയി. മരുന്നടിച്ച് 4-5 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ നോക്കുമ്പോ ഭയങ്കര ഗ്യാസ്. ഞങ്ങൾക്ക് ഇന്നാണ് ശരിക്കും നമ്മളെ മുഖത്തുനിന്ന് നീറ്റിൽ പോയി 2-3 വട്ടം അടിച്ചൊരു തുടച്ച് റെഡി ആയിപ്പോലെ. അതെ. പിന്നെ വേറെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ നാളെ വേറെ പരിപാടി ഉണ്ട്. അതിന്റെ ഇടയിൽ ക്ലീനിങ്ങും നമുക്ക് ഓരോ പരിപാടി നമ്മള് എന്റെ ഫാമിലിയിൽ കുറെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ അതിന്റെ തിരക്കായിരുന്നു. അപ്പൊ ഗൈസ്, ഇത്രയൊക്കെ തന്നെയുള്ളൂ ഞങ്ങൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമന്റിൽ പറഞ്ഞോളിട്ടോ. അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണും വരെ ബൈ.